ഹായ് നമസ്കാരം. ആമി Me എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഒരു പൂ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു 5-6 ദിവസം മുമ്പേ പൊളിച്ചിട്ടതാണ് കേട്ടോ. ഒരു കട്ടിയുള്ള പേപ്പർ ഇതുപോലെ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അത് വെച്ചിട്ടാണ് നാരങ്ങത്തോടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പെറ്റൽ വെട്ടിയെടുക്കുന്നത്. ഇതുപോലെ 8 പെറ്റൽ വേണം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ. റൗണ്ട് ഷേപ്പിലുള്ള ഒരു കട്ടിയുള്ള കടലാസ് വേണം. അത് കട്ട് ചെയ്തിട്ട് അതിന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ഫ്ലവറിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂ ഗണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. 4 പെറ്റൽ ആദ്യം 4 സൈഡിലേക്കായിട്ട് വെച്ചിട്ട് ഒട്ടിക്കുക. പിന്നെ അതിൻ്റെ മുകളിലാണ് അടുത്ത 4 പെറ്റൽ ഒട്ടിക്കുന്നത്. ഇനി നമ്മളൊരു ഈർക്കിലെടുത്തിട്ടുണ്ട്. നേരത്തെ വെട്ടിവെച്ച നാരങ്ങത്തോടിൻ്റെ ബാക്കി ഉണ്ടാവും. അത് പ്രത്യേകിച്ച് അളവും ഷേപ്പും ഒന്നുമില്ല. ഞാൻ അതൊന്നും എടുത്തിട്ട് ഈർക്കലിൻ്റെ മുകളിൽ ചുരുട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ നടുക്കിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ പെയിൻറ് ചെയ്യാണ്. ഓറഞ്ചിൻ്റെ തൊലി ആയതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. എല്ലാ ഫ്ലവറും ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കുക. ബ്ലൂ കളർ എടുത്തിട്ട് ഞാൻ ആ പെറ്റൽസിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിലും 2 ഇഞ്ച് നീളത്തിലും ക്രാഫ്റ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈർക്കിളിൻ്റെ മുകളിൽ ആ ലീഫ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫ്ലവർ കൂടുതൽ കാലം കേടുവരാതെ നിന്നോളൂ. പുതിയ വീഡിയോയിൽ കാണാം. നമസ്കാരം.